പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് മന്ത്രി റിയാസിനെ ക്ഷണിച്ചില്ല. റിയാസിന് ക്ഷണമുണ്ടായിരുന്നില്ല. റിയാസിനെ ഒഴിവാക്കി മാറ്റി നിർത്തിയെന്ന് തന്നെ പറയാം. പക്ഷെ പിണറായി വിജയന് ക്ഷണമുണ്ടായിരുന്നു. പിണറായി വിജയൻ പോവുകയും ചെയ്തില്ല. അതായത് പിണറായി വിജയൻ പങ്കെടുത്തില്ല. അപ്പൊ ഇങ്ങനെ പങ്കെടുക്കാതിരുന്ന സമയത്ത് എന്തായാലും ഇത് വലിയ വിവാദത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒഴിവാക്കലിന്റെ കാരണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? അത് കുടുംബപരമായ ഒരു രാഷ്ട്രീയം വിട്ടിട്ട് അവർ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയത്, അതായത് കുടുംബത്തിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ നമുക്കിതിനെ കാണാൻ പറ്റും? അതായത് ഈ BJPയുടെ അല്ലെങ്കിൽ BJPക്കാരുടെ ഈ ഒരു നയം ഒറ്റ വാക്കി പറയാൻ ശുദ്ധ മര്യാദകേടെന്ന് പറയേണ്ടി വരും. കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങാണ്, കാര്യമൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്ക് ബോധമില്ലാഞ്ഞിട്ടാണോ അതോ ബോധമില്ലാതായിട്ട് അഭിനയിക്കുകയാണോ എന്നറിയത്തില്ല. കാര്യം അമ്മായിയച്ഛന്റെ കാശ് കൊണ്ട് വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാളാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് അമ്മായിയച്ഛനോട് സ്നേഹം ഉണ്ടാവണമെന്നൊന്നും ഇല്ല. കാര്യം എങ്ങനെയാണെന്നൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നറിയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖറായി മാറിയെന്നുള്ളതിന്റെ കഥയൊക്കെ ഒരുമാതിരിപ്പെട്ട ഇന്ന് കേരളത്തിൽ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ ഈ അമ്മായിയച്ഛൻ മരുമകൻ എന്ന് പറയുന്ന ഒരു ബന്ധത്തെ രാജീവ് ചന്ദ്രശേഖരന് വല്ലാതെ ഭയമാണ്. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ആരാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട ഒരു കാര്യത, മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുമരാമത്ത് രംഗത്തും ടൂറിസം രംഗത്തും വലിയ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധ്യമാക്കിയ ഒരു മന്ത്രി എന്നുള്ള നിലയിലാണ്. അതിനുമപ്പുറം നല്ലൊരു DYFI പ്രവർത്തകനായിരുന്നു, CPM പ്രവർത്തകനായിരുന്നു, SFI പ്രവർത്തകനായിരുന്നു, തുടങ്ങി ഒരുപാട് മേഖലകളിലൂടെ കടന്നു വന്ന ശക്തനായ ഒരു നേതാവ് തന്നെയാണ് മുഹമ്മദ് റിയാസ് എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രമല്ല മുഹമ്മദ് റിയാസ് മന്ത്രിയായത്. ആദ്യം ഈ പറയുന്ന പൊട്ടന്മാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം. അതായത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും സുരേഷ് ആണെങ്കിലും ഇവരൊക്കെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നില്ല. ഇവരുടെ വിചാരം ഈ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിരുത്തിയിരിക്കുകയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ കേരളത്തിൽ മാത്രമേ ഉള്ള ദേശീയപാത നിർമ്മാണം നടക്കുന്നത്? അല്ല, കേരളത്തിന് പുറത്തും ദേശീയപാത, അതിന് പൻവേൽ മുതൽ നീണ്ടു കിടക്കുന്ന ദേശീയപാതയാണ്. എവിടെയൊക്കെയാണ് ഇത്ര വേഗത്തിൽ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി എവിടെയാണ് ദേശീയപാതയുടെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്? ഇപ്പൊ ഫസ്റ്റ് റീച്ചിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. അല്ല, ചുമ്മാ ഒന്നുമല്ല. പൊതുമരാമത്ത് വകുപ്പ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന അവരുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ആ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? ഏറ്റവും പ്രശംസനീയമായ പ്രവർത്തനമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്ന മന്ത്രിയാണ് ഈ നിതിൻ ഗഡ്കരി. എന്താ മനസ്സിലാക്കാത്തത്? ഈ സ്ഥലമെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭാഗമല്ലേ? ഒരു BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗം തന്നെയല്ലേ നിതിൻ ഗഡ്കരിയും? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, സർക്കാർ പ്രത്യേകിച്ച് പൊതുമരാമത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൽ 45 മീറ്റർ വേണോ വേണ്ടേ എന്നുള്ള ആശയക്കുഴപ്പം, ഇവിടെ ദേശീയപാത 45 മീറ്റർ ആക്കാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ വാദിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. അതും കേട്ടുകൊണ്ട് ഇവിടുന്ന് ദേശീയപാത അതോറിറ്റി ഇവിടുന്ന് കടയും പൂട്ടി പോയതാ. ഞങ്ങൾക്ക് ഇനി ദേശീയപാത നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പോയ ഒരു സാഹചര്യത്തിൽ ഇവിടെ പൊന്നും വില നമ്മൾ ആലോചിച്ചു. ഈ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിലും സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയധികം തുക ചെലവാക്കിയിട്ടില്ല. എത്രയധികം തുക ഒരു പ്ലോട്ട് ഓണർക്ക് ലഭിച്ചിട്ടില്ല, ഒരു വസ്തുവിന്റെ ഉടമയ്ക്ക് ലഭിച്ചിട്ടില്ല കേരളത്തിൽ കിട്ടിയിരിക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത്രയും വില കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇതിനെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിന്ന് പൈസ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനെ കടമെടുപ്പ് പരിധി കൊണ്ടുവന്നു. കിഫ്ബി നമ്മൾ ലോൺ എടുക്കുന്നതിന് ആര് ചെയ്ത പണിയാ? കേന്ദ്ര സർക്കാർ ചെയ്ത പണിയാ. എന്നിട്ട് അത് കടമെടുപ്പ് പരിധി വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നേരെ ഇരട്ടിയാവും, 12,000 കോടിയായി മാറും. 6,000 കോടി എന്നുള്ളത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ. അപ്പം സർക്കാരിനുള്ള ബാധ്യത 12,000 കോടിയിലേക്ക് എത്തുന്നു. അപ്പൊ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നിന്നുകൊണ്ട് കൃത്യമായി ഇവിടെ സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കുകയും വസ്തു ഏറ്റെടുക്കുകയും, അതാണ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്, വസ്തു ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് നിർമ്മാണം നടത്തുകയും ചെയ്തു. കേരളത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ടല്ലേ കേരളത്തിലെ ദേശീയപാതയുടെ വികസനം സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പലയിടത്തും നോക്കിയാൽ കാണാം, വളരെ ത്വരിതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കേസ് വേറെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് EDയുടെ കേസ്. അതായത് കിഫ്ബിന്ന് സ്ഥലം മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമം വന്നു.
സ്ഥലം മേടിച്ചാൽ അക്വയർ ചെയ്തതാണ് എന്ന് പിന്നീട് അങ്ങോട്ട് പറയേണ്ടി വന്നു. അപ്പൊ അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് സംസ്ഥാന സർക്കാരിനെ ഈ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ പുതിയൊരു നടപടി കൊണ്ടുവന്നത്. എന്താണ് പുതിയ നടപടി എന്ന് ചോദിച്ചാൽ, അവിടെ നിന്നും ഈ പറയുന്ന കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രി പ്രോജക്റ്റ് ഉദ്ഘാടനത്തിനായിട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്രദ്ധേയം തന്നെയാണ്, പ്രശംസനീയമാണ്. എന്നിരുന്നിട്ട് കൂടി മുഹമ്മദ് റിയാസിനെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. അവര് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിരുന്നല്ലോ, അതിലെവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ലേ എന്ന് പറയുന്നു. ഇവർ ആക്ച്വലി പ്രധാനമന്ത്രി വന്നിട്ട് ഈ നടത്തുന്ന പരിപാടിയെ അവരുടെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമായിരുന്നു ഇത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് അവരിവിടെ വന്നത്. അതിനുവേണ്ടിയാണ് എന്തിനാണ് ഈ പറയുന്ന ഒരു പാർട്ടിയുടെ ഇത്രയും ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്, അതിന്റെ ഉദ്ഘാടനത്തിന് ഒരു ഔദ്യോഗിക പരിപാടിയാണ്, സർക്കാർ തലത്തിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടി. ഈ ഔദ്യോഗിക പരിപാടിയിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വലിച്ചേറ്റി ഇരുത്തുന്നത്? എന്താണ് അതിന് അർഹത? രാജീവ് ചന്ദ്രശേഖർ ആരാണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയാണോ രാജീവ് ചന്ദ്രശേഖർ? അല്ല. കേരളത്തിലെ പോയിട്ട് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ഒരു ജനപ്രതിനിധിയാണോ? അല്ല. കേന്ദ്രത്തിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്നുണ്ടോ? പണ്ട് കേന്ദ്രമന്ത്രിയായിരുന്നു, ഇപ്പം അയാളെ കേന്ദ്രമന്ത്രി അല്ല. പിന്നെന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ അതിലേക്ക് പങ്കെടുപ്പിക്കുന്നത്? സന്ദീപ് വാചസ്പതി. ആരാണ് സന്ദീപ് വാചസ്പതി? ഏതവനാ സന്ദീപ് വാചസ്പതി? BJPയുടെ ഇവിടുത്തെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്തോ പ്രാധാന്യമുള്ളത് സഞ്ജീവ് വാചസ്പതിക്ക്? ഏതെങ്കിലും ജനപ്രതിനിധിയാണോ? മത്സരിച്ച് തോറ്റിട്ടുണ്ടോ? അല്ല, എന്താ ഗുണം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മൊത്തത്തിൽ ഈ ഒരു ഉദ്ഘാടന പരിപാടി പരിപാടിയാക്കി മാറ്റി, BJPയുടെ പരിപാടിയാക്കി മാറ്റി. അല്ല എന്താ? എന്നിട്ട് പറയാണ്, ചോദിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരൻ. ഇതെങ്ങനെയാണ് കുടുംബക്കാരൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ് കുടുംബക്കാരനാവുന്നത്? ഇപ്പം ഈ പറയുന്ന ആലപ്പുഴയിൽ പ്രീതി നടേശൻ വന്ന് വിളക്ക് കളിച്ച് ഇവർ പറയോ കുടുംബക്കാരി വന്നിട്ട് വിളക്ക് കളിച്ചെന്ന്? വെള്ളാപ്പള്ളി നടേശന്റെ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ അമ്മ വന്ന് തിരി തെളിയിക്കാറുണ്ടല്ലോ BJPയുടെ ഇലക്ഷൻ കൺവെൻഷന്. എന്താണ് അവിടെ പ്രീതി നടേശന് അധികാരം? എന്തിനാ പ്രീതി നടേശൻ വരുന്നത്? അപ്പം നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിനെ കംപ്ലീറ്റ് BJPയുടെ ഒരു വലിയ പരിപാടിയാക്കി മാറ്റി. സർക്കാർ വിട്ടു നിന്നാണ് നല്ല കാര്യം. സർക്കാർ പോകാൻ പാടില്ല, മുഖ്യമന്ത്രി ആ വഴിക്ക് പോകാൻ പാടില്ല. ഇവര് കൊണ്ടുവന്നിട്ട് ഈ പദ്ധതി ഉദ്ഘാടനം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ള BJPക്കാരന്മാരെ മുഴുവൻ കയറ്റി പ്രസംഗിക്കുകയാണ്. എന്തിനാണ് BJPക്കാരന്മാരെ മാത്രം കയറ്റി പ്രസംഗിപ്പിക്കുന്നത്? തെറ്റല്ലേ അത്? അവിടെ നിൽക്കുന്ന പ്രധാനമന്ത്രിയല്ലേ? അല്ല ഇവിടുത്തെ സർസംഘചാലകമൊന്നുമല്ലോ അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യ പ്രചാരകനല്ലോ RSSന്റെ. ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നേ. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നടക്കാൻ പോകുന്നത് BJPക്കാരുടെ കുടുംബസ്വത്തിന്റെ ഉദ്ഘാടനം അല്ലല്ലോ, അല്ല, അല്ലെങ്കിൽ ഗോൾവർക്കറുടെ സ്മൃതി കുടീരത്തിന്റെ ഉദ്ഘാടനം അല്ലല്ലോ അവിടെ നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ദേശീയപാത ഉദ്ഘാടനമാണ് നടക്കുന്നത്, റീച്ചിന്റെ. അപ്പൊ അവിടെ BJPക്കാരന്മാരെ അവിടെ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യം എന്തോ? ഒരു സംസ്ഥാനത്തിൽ ഒരു ഗുണവും ഇല്ലാത്ത കുറെ എണ്ണം അവരെ എഴുത്തിക്കൊണ്ടാണോ ഈ പരിപാടി നടത്തേണ്ടത്? അല്ല. അവിടെ ക്ഷണിക്കപ്പെടേണ്ടവരെ ഒരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പദവി വഹിക്കുന്ന എന്താ പറയാ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടുത്താതെ അവർ തോന്നിയതുപോലെ പരിപാടി നടത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമോൻ. ഇതാണോ പറയേണ്ടത്? അത് പറയാൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു ക്വാളിറ്റിയാ ഉള്ളത്. വലിഞ്ഞു കയറി ഇവിടെ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ വലിഞ്ഞു കയറി ഇരുന്നിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം കണ്ടു കാണും. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന സമയത്ത് ബാക്കി എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം പോയി സീറ്റ് പിടിച്ചു. ഇങ്ങനെ നാണക്കെട്ട പരിപാടിക്കുന്ന CPM-കാരെ കിട്ടത്തില്ല. അതിലൊരു മന്ത്രിയാണെങ്കിൽ പോലും അതിന് കിട്ടത്തില്ല. ഇപ്പൊ മന്ത്രിയായിരിക്കും, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കും, പക്ഷെ പുള്ളി ഈ പറയുന്ന ഒരു അഭിമാനമുള്ള ഒരാളാണ്. കൃത്യമായി അദ്ദേഹത്തിന് അറിയാൻ കാര്യങ്ങൾ. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ നിന്ന് വിട്ടു നിന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇതിനെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൽ എങ്ങനെയെങ്കിലും അടുത്ത തവണ 10 സീറ്റ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി, ഞങ്ങൾ വികസിത കേരളം എന്നും പറഞ്ഞുകൊണ്ടൊരു ബ്ലണ്ടർ ഇവിടെ അവതരിപ്പിക്കും, നിങ്ങൾ കേട്ടാൽ മതി. ഈ പറയുന്ന സുരേന്ദ്രൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗെയിൽ വാതക പൈപ്പ് ലൈനും ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള നടപ്പിലാക്കി കഴിഞ്ഞാൽ പിണറായി വിജയൻ ചങ്കൂറ്റമുള്ള ഒരാളാണെന്ന് സമ്മതിക്കും എന്നായിരുന്നു പണ്ട് ഈ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നിട്ട് ഗെയിൽ വാതക പൈപ്പ് ലൈൻ വന്നില്ലേ ഇവിടെ കേരളത്തില്? ഇവിടെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കുന്നല്ലോ. സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ടാണെന്ന്. സംസ്ഥാന സർക്കാർ പൈസ കൊടുത്തിട്ടാണ് ഈ സ്ഥലം മേടിച്ചത്. അതിന്റെ ഒരു ബോധം പോലും ഇല്ലാതെ എല്ലാത്തിന്റെയും കൂടെ ക്രെഡിറ്റ് വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയാം ഞങ്ങൾ കേന്ദ്ര 10,000 കോടിയുടെ പ്രോജക്റ്റ് എങ്ങാണ്ട് ഇവിടെ വന്നിട്ട് അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് റോഡും അതും ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്.
അല്ല വലിയ കാര്യമൊന്നുമില്ല. ഇതിനാണ് ഇപ്പം വന്നുകൊണ്ട് ചെയ്യുന്നത്. ഇതിൽ 5000 ചില്ലാനം കോടി രൂപയുടെ പ്രോജക്ട് നമ്മളുടേതാണ്. സംസ്ഥാന സർക്കാരിന്റെ പൈസയാണ് അതിനകത്ത് കിടക്കുന്നത്. സ്ഥലം കൊടുത്തത് നമ്മള്. നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടുകൊടുത്തു. സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ അങ്ങോട്ട് കൊടുത്തു. കാര്യം എന്താ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റോഡ് ഗതാഗതം എന്ന് പറഞ്ഞാൽ വലിയ പാട് പിടിച്ച ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന കുണ്ടും കുഴികളും നിറഞ്ഞ ഹൈവേകൾ, അവിടെ വീതി കുറഞ്ഞ ഹൈവേ, നമ്മുടെ നാട്ടിലെ വാഹനത്തിന്റെ പോപ്പുലേഷൻ അനുസരിച്ച് ട്രാഫിക് നിയമം പോലും പാലിച്ചോടാൻ കഴിയാത്ത രീതിയിലുള്ള റോഡിന്റെ സംവിധാനമാണ് നമുക്കുള്ളത്. അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാവണം. ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എന്ത് ഇത് നടപ്പിലാക്കാതെ പോയത്? ഇതൊന്നും നടപ്പിലാക്കിയില്ലല്ലോ. അദ്ദേഹം അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. എന്നിട്ട് ഇതിപ്പോ നടപ്പിലാക്കി കഴിഞ്ഞപ്പോ ഇത് മൊത്തത്തിൽ ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിനെ വെറും ഒരു രാഷ്ട്രീയ ഗെയിമിന്റെ ഭാഗമാക്കി ഒരു രാഷ്ട്രീയ പരിപാടി, BJPയുടെ ദേശീയ സമ്മേളനം കേരളത്തിൽ വെച്ച് നടന്ന പോലെ ഒരു പരിപാടി നാട്ടി ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള മാത്രമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരും പങ്കെടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.